സാർ, ഈ അലക്സാണ്ടർ ജേക്കബ് ഉണ്ടല്ലോ, നമ്മുടെ മുൻ IPS ഉദ്യോഗസ്ഥൻ, പുള്ളിക്കാരൻ ഈ ഓജോ ബോർഡിൽ കൂടെ ഈ പ്രേതങ്ങളെ വിളിച്ചു വരുത്തി കേസ് തെളിയിച്ചു എന്ന് പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. വ്യാപകമായിട്ട് ചില ആൾക്കാർ അതിനെ ട്രോൾ ചെയ്തിട്ടുണ്ട്, ചില ആൾക്കാർ അതിൽ വിശ്വസിച്ചിട്ടുണ്ട്, ചില ആൾക്കാർക്ക് അത് എന്താണെന്ന് പോലും അറിയില്ല. കാരണം പുള്ളിയുടെ ഭാഗത്തുമല്ല, ട്രോൾ ചെയ്യുന്ന ആൾക്കാരുടെ ഭാഗത്തുമല്ല, അറിയില്ല. ആ ഒരു നിലപാടാണ് എടുത്തത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ എന്താണ് ഈ ഓജോ ബോർഡ്? അതുവഴി ഈ കേസ് തെളിയിക്കുക എന്നൊക്കെ പറയുമ്പോൾ പിന്നെ കേരള പോലീസ് എന്തിനാണെന്നൊരു ചോദ്യം പറ്റില്ലേ? അങ്ങനെയാണെങ്കിൽ എല്ലാം നമുക്ക് മന്ത്രവാദികളെ വിളിച്ച് ഓജോ ബോർഡ് കളിപ്പിച്ചാൽ പോലെ കേസെല്ലാം തെളിയിക്കുകയാണെങ്കിൽ അങ്ങനെ യഥാർത്ഥത്തിൽ സംഭവിക്കും? എന്താണ് ഈ ഓജോ ബോർഡ്? അതുവഴി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കും? ഈ അലക്സാണ്ടർ ജേക്കബ് സാറ് ഊജോ ബോർഡ് വഴിയല്ല, നേരെ മറിച്ച് ഈ ആത്മാക്കളെ ഒരു ശരീരത്തിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. തന്നെയല്ല, എനിക്ക് ചില ഈ സിദ്ധന്മാരെയൊക്കെ പരിചയമുണ്ടായിരുന്നു. ഈ പല പോലീസുകാരും പോലീസ് ഉദ്യോഗസ്ഥന്മാർ രഹസ്യമായിട്ട് ഇവരെയൊക്കെ വിളിച്ച് കേസിൻ്റെ തുമ്പ് കിട്ടാൻ ശ്രമിക്കാറുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിദ്ധന്മാർ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. ചിലപ്പോൾ ദൂരെയുള്ള സിദ്ധനെ പോലീസ് ജീപ്പ് അയച്ച് ഇവിടെ വരുത്തിയാണ് അവർ ഈ എന്തെങ്കിലും തെളിവ് കിട്ടുമെന്ന്. കേരള പോലീസോ? അതെ അതെ അതെ. ഇതെങ്ങാനും പുറത്ത് വന്നു കഴിഞ്ഞാൽ പോലീസിന്റെ ഗതി എന്താ? അതെ അതെ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോളൂ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വിശ്വാസം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്, പലർക്കും. എല്ലാവർക്കും വേണമെന്നില്ല. അത് വർക്കൗട്ട് ആവുമോ? അതായത് ഇവർ കേസിൻ്റെ ഡീറ്റെയിൽസൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിൽ എന്തെങ്കിലും ഒന്ന് തോന്നുന്നത് അങ്ങോട്ട് പറയും. അത് ചിലപ്പോൾ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ കേസ് തെളിഞ്ഞെന്ന് വരാം. ഇതുപോലെ എൻ്റെ ഒരു സുഹൃത്തിന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അവനിവിടെ ഒരു ബിസിനസ് നടത്തി പൊളിഞ്ഞപ്പോൾ അവൻ ദുബായിലോട്ട് പോകാനുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടി. കേസൊക്കെ ആയി. ആ കേസൊക്കെ ഒതുക്കി തീർത്തിട്ട് ദുബായിലോട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഇതുപോലെ ഒരു സിദ്ധനെ വിളിച്ച് ചോദിച്ചു. സിദ്ധനെ വിളിച്ച് ചോദിച്ചത് ആ സുഹൃത്തിൻ്റെ പിതാവാണ്. സിദ്ധനെ വിളിച്ച് ചോദിച്ചപ്പോൾ സിദ്ധൻ പറയുകയാണ്, ഇവിടെ നിർത്തണ്ട, പെട്ടെന്ന് ദുബായിലോട്ട് പറഞ്ഞു വിട്ടോ, ഇവിടെ നിർത്തിയാൽ 2 മാസത്തിനകം ഒരു പെണ്ണ് കേസ് കൂടെ വരാൻ സാധ്യതയുണ്ടെന്ന്. അപ്പോൾ ശരി, അങ്ങനെയാണെങ്കിൽ ശരി, എന്നിട്ട് ദുബായിലോട്ട് പൊക്കോട്ടെ, ദുബായിലോട്ട് പോയിട്ട് അവൻ 3 മാസം കഴിഞ്ഞ് തിരിച്ചു വരും, നാട്ടിലേക്ക് തിരിച്ചു വരും എന്ന് പറഞ്ഞു. പക്ഷേ അവൻ പോയിട്ട് ഇപ്പോൾ 1 വർഷത്തിൽ കൂടുതലായി, ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അവിടെ പാളിപ്പോയി അയാൾക്ക് എന്നുള്ളതാണ്. അങ്ങനെ ഇതുപോലത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ അലക്സാണ്ടർ ജേക്കബ് സാർ ഈ ഒരാളുടെ ശരീരത്തിലേക്ക് ഈ ആത്മാവിനെ വിളിച്ചു വരുത്തി കേസ് തെളിയിച്ചു എന്ന് പറഞ്ഞതിൽ സാറിന് എന്താ തോന്നുന്നത്? ശരിയായിരിക്കുമോ? സത്യമായിരിക്കുമോ? ഈ പല ആളുകൾക്കും ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യും. അതായത് ഒരാളുടെ ദേഹത്തെ ഒരു മരിച്ച ഒരാളുടെ ആത്മാവിനെ പ്രവേശിപ്പിച്ച് തന്നെ ആരാണ് കൊന്നതെന്ന് ചോദിക്കുന്നു. അയാൾ പറയുന്നു, ഇതാണ് ഞാൻ കേട്ട സംഭവം. അപ്പോൾ ഈ ഒരാളുടെ ദേഹത്താണ് ഈ മരിച്ച ആളുടെ ആത്മാവ് കയറുന്നതായിട്ട് പറയുന്നു. അപ്പോൾ ഈ മീഡിയമായിട്ട് ആക്ട് ചെയ്ത ആൾ ചിലപ്പോൾ സൈക്കിക്കായിരിക്കാം. അപ്പോൾ അയാളോട് ചോദിക്കുന്നത് ഇന്ന വ്യക്തിയെ കൊന്നത് ആരാണെന്നാണ് അറിയേണ്ടത്. അയാൾ സൈക്കിക്കാണെങ്കിൽ അയാളുടെ മനസ്സിൽ ഒരു പേര് തോന്നും, അത് അയാൾ പറയുന്നു. അത് അയാൾ സൈക്കിക് ആയതുകൊണ്ടാണ് പറയുന്നത്. അത് അവിടെ മരിച്ചയാളുടെ ആത്മാവൊന്നും യഥാർത്ഥത്തിൽ വരണമെന്നില്ല. അപ്പോൾ പിന്നെ കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവൻ പ്രതിയാകുമെന്ന് പറയുമ്പോൾ അയാൾ മനസ്സിൽ ഏത് പേര് പറഞ്ഞാലും അയാളെ പോയി പോലീസ് പിടിക്കില്ലേ? അതെ, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് പിടിക്കും. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, സൈക്കിക്കായിട്ടുള്ള ഒരാൾക്ക് ഇൻഡ്യൂഷൻ വഴി കറക്റ്റായിട്ടുള്ള ഒരു വിവരം കിട്ടിയെന്ന് വരാം. അതുപോലെ തന്നെ ഈ ഓജോ ബോർഡ് കളിച്ച് ചില ആൾക്കാർ ചില ഇൻവെസ്റ്റിഗേഷൻസ് നടത്തി തെളിയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കും? എന്താണ് ഈ ഓജോ ബോർഡ്? അത് കളിച്ചു കഴിഞ്ഞാൽ അത് ഈ യഥാർത്ഥത്തിൽ സ്പിരിറ്റ് വന്നിട്ട് അത് ചെയ്യുന്ന പരിപാടിയാണോ അതേ തട്ടിപ്പാണോ? ഈ ഊജോ ബോർഡെന്ന് പറയുന്നത് ഒരു പ്രതലത്തിൽ, അത് മേശയുടെ പുറത്തായാലും മതി, എല്ലാ അക്ഷരങ്ങളും എഴുതി വെച്ച് 0 മുതൽ 9 വരെയുള്ള എല്ലാ അക്കങ്ങളും എഴുതി, പിന്നെ യെസിന് 1, 2 സ്റ്റോക്ക് ആൻസേഴ്സ് എഴുതിയ ഊജോ ബോർഡായി. അതായത് പ്രത്യേക ഒരു വിശേഷപ്പെട്ട സംഭവമൊന്നുമല്ല. പക്ഷേ ഞാൻ തന്നെ സാറിൻ്റെ വീട്ടിൽ ഇരുന്നത് വന്നിട്ട് അത് കളിക്കാനായിട്ട് ശ്രമിച്ചു. ഞാൻ കൈവച്ചിട്ട് അത് അനങ്ങിയില്ല. പക്ഷേ എൻ്റെ ഫ്രണ്ട് കൈവച്ചപ്പോൾ അത് അനങ്ങി. സാറും കണ്ടുകൊണ്ടിരുന്നതാണ്. അതെങ്ങനെയാണ് അത് സംഭവിച്ചത്? അല്ല, അത് ഓട്ടോമാറ്റിക് മൂവ്മെൻ്റ് ആണ്. അയാൾ തന്നെ അനക്കുന്നതാണോ കൈ? ചിലർ ബോധപൂർവം ഒരു രസത്തിന് വേണ്ടി അനക്കും. ചിലർ രസത്തിന് വേണ്ടി ആദ്യം ബോധപൂർവം അനക്കിയാലും കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് അനങ്ങിയെന്ന് വരും. അത് ഓട്ടോമാറ്റിക് മൂവ്മെൻ്റ് എന്നാണ് അത് പേര് പറയുന്നത്. അതെന്താ അതിൻ്റെ പിന്നിലുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള റീസൺ?
അതായത് നമ്മൾ നമ്മുടെ കൈ തന്നെ അനങ്ങുമെന്ന് വിചാരിച്ചാൽ നമ്മളുടെ മസ്കുലർ ഫോഴ്സ് തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ ഒരു ഇൻറ്റൻഷൻ ഇല്ലാതെ അത് സംഭവിക്കും. അതിനാണ് ഓട്ടോമാറ്റിക് മൂവ്മെൻ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ പോലും അറിയാതെ അനങ്ങി പോകുമെന്നാണോ? പക്ഷെ അന്ന് ഞാൻ വന്നിരുന്നപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരവും തന്നിരുന്നു അവർ. അതെങ്ങനെയാണ്? നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈ അനങ്ങുകയാണെങ്കിൽ ഓക്കെ, ഒരു യെസ്സിലോ ഒരു നോയിലോ പോയിരിക്കണം. പക്ഷേ അന്ന് ഞാൻ അവിടെ കണ്ടത്, സാറിൻ്റെ വീട്ടിൽ വന്ന് എൻ്റെ ഫ്രണ്ട് അതിൽ കൈവച്ചപ്പോൾ ഞാൻ കണ്ടത്, പുള്ളിക്കാരൻ നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം ഉണ്ട് പുള്ളിക്ക്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അപ്പോൾ ആദ്യത്തെ സ്റ്റേജിൽ വെറുതെ ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റ്, അത് റാൻഡം മൂവ്മെൻ്റാണ്, അത് മീനിങ് ഫുൾ ആയിരിക്കത്തില്ല. രണ്ടാമത്തെ സ്റ്റേജിലാണ് ഐഡിയോ മോട്ടോർ സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം നമ്മൾ മനഃപൂർവ്വം പുഷ് ചെയ്യാതെ അതിൽ എഴുതി കാണിക്കും. അപ്പം നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യം ചിലപ്പോൾ ശരിയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കും. നമ്മുടെ മനസ്സിലുള്ള കാര്യം തന്നെയാണ് ഇതിൽ കൂടെ വരുന്നത്. നമ്മൾ ബോധപൂർവ്വം എഴുതണമെന്നില്ല. അപ്പോൾ ഈ കൈവയ്ക്കുന്ന ആൾ സൈക്കിക്കാണെങ്കിൽ ചിലപ്പോൾ സാധാരണഗതിയിൽ അയാൾക്ക് അറിഞ്ഞുകൂടാത്തൊരു വിവരവും ESP വഴി ഈ ഊർജാ ബോർഡിലൂടെ വന്നെന്ന് വരാം. ഇതേപോലെയാണോ നമ്മുടെ കൂടോത്രവും? അതായത് ഈ കൂടോത്രം എന്ന് പറയുന്ന ഒരു സാധനം ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ കണ്ടതാണ്. സുധാകരൻ്റെ വീട്ടിൽ നിന്നും നമ്മുടെ നേരത്തെ ആരാണ് നമ്മുടെ കോൺഗ്രസിൻ്റെ പല നേതാക്കളുടെ വീട്ടിൽ നിന്നും ഈ കൂടോത്രം കണ്ടെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ കൂടോത്രം എന്ന് പറയുന്ന ഒരു സാധനം ഈ ഓജോ ബോർഡ് പോലെ ഇതുപോലെ എന്തെങ്കിലും സയൻറ്റിഫിക് ആയിട്ടുള്ള ബാക്കിലുള്ള റീസൺ ഉണ്ടോ? കൂടോത്രം ഞാൻ കേട്ടിട്ടുള്ളത്, ഈ കൂടോത്രം കുഴിച്ചിട്ട് കഴിഞ്ഞാൽ അത് കുഴിച്ചിട്ടെന്ന് ആ വീട്ടിലുള്ള ആൾക്കാർ അറിഞ്ഞാൽ മാത്രമേ അത് വർക്കൗട്ട് ആവുള്ളൂ എന്ന് കേട്ടിട്ടുണ്ട്. അത് സത്യമാണ്? ഈ കൂടപത്രം എന്നുള്ളത് ഒരു പോർട്ടുഗീസ് വാക്കാണ്. ഈ ഓരോ രാജ്യത്തും ഓരോ തരത്തിലുള്ള മന്ത്രവാദ രീതികളുണ്ട്. ഈ പോർട്ടുഗീസുകാർ ഇവിടെ വന്നാണ് ഈ കൂടപത്രം എന്നുള്ള വാക്ക് പ്രചരിപ്പിച്ചത്. ഈ സന്മന്ത്രവാദമുണ്ട്, ദുർമന്ത്രവാദമുണ്ട്. അപ്പോൾ ഇതിൽ ഈ സാധനങ്ങൾ കുഴിച്ചിടുക, പിന്നെ സാധനങ്ങൾ കുഴിച്ചിട്ടത് എടുക്കുക, ഇങ്ങനെ പല പ്രക്രിയകളുണ്ട്. അപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു മന്ത്രവാദി അയാളുടെ വീട്ടിൽ ആര് നഖം വെട്ടിയാലും മുടി വെട്ടിയാലും എല്ലാം കളയാതെ കളക്ട് ചെയ്ത് വെക്കും. എന്നിട്ട് ആരെങ്കിലും വന്ന് സാധാരണ ഈ മന്ത്രവാദികളുടെ അടുത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, ഈ ആർക്കെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് വരുന്നവർ വളരെ ചുരുക്കമാണ്. ഈ 95% പേരും നമ്മുടെ വീട്ടിലാരോ എന്തോ മന്ത്രവാദം ചെയ്തായിട്ട് സംശയമുണ്ടെന്ന് പറയും. അപ്പം ഇയാൾ പറയാം അത് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്, ഞാൻ വന്ന് എടുത്തു തരാമെന്ന് പറയും. എന്നിട്ട് ഇയാളുടെ മക്കളുടെയും ഭാര്യയുടെയൊക്കെ മുടിയും നഖമെല്ലാം കൂടെ ഒരു പേപ്പറിലൊക്കെ പൊതിഞ്ഞ്, വേണമെങ്കിൽ ഒരു തകിടിലൊരു എന്തെങ്കിലുമൊക്കെ എഴുതി കുറേ ഭസ്മമൊക്കെ ഇട്ട് പൊതിഞ്ഞുകൊണ്ട് പോകും. എൻ്റെ അവിടെ ചെന്നിട്ട് ഇയാളിങ്ങനെ കുഴിച്ചുകൊണ്ടിരിക്കും, ഒന്നും കിട്ടത്തില്ല. എന്നിട്ട് വീട്ടിലുള്ളവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ അവരുടെ ശ്രദ്ധ തിരിയുമ്പോൾ ഇയാൾ കൊണ്ടുവന്നത് അവിടെ ഇട്ടിട്ട് ഇതാ കിട്ടിയെന്നും പറഞ്ഞെടുക്കും. അത് ചിലർ ചാക്കൊക്കെ കൊണ്ടുവന്ന് ചാക്കിൽ വേറെ സാധനങ്ങളൊക്കെ കണ്ടു, പൂജ അത് ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് എടുക്കുമ്പോൾ പിന്നെ വീട്ടുകാർക്ക് വലിയ സന്തോഷമായി. അപ്പോൾ ഞാൻ പതിവായിട്ട് ബാർബർ ഷാപ്പിൽ പോകുമ്പം അവിടെ ഒരുത്തൻ നിൽക്കുന്നുണ്ട്, എൻ്റെ മുടി എടുത്തുകൊണ്ട് പോകാനാണ് അവൻ അവിടെ നിന്നത്. അപ്പോൾ എൻ്റെ മുടിയാണ് അവരെടുത്തുകൊണ്ട് പോയത് എന്തൊക്കെയാണ് ഇയാൾ പറയുകയും ചെയ്യും. അപ്പോൾ ഇതൊരു സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റാണ്. അപ്പോൾ നമ്മളുടെ വീട്ടിൽ കുഴിച്ചിട്ടിട്ട് ഒരു സാധനം എടുത്തു, അപ്പോൾ ഇനി പ്രശ്നമൊക്കെ മാറി എന്ന് ഇയാൾക്ക് ആശ്വാസമായി. അല്ലേ, ഇത് വലിയ രീതിയിൽ നമ്മുടെ ഇവിടെ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള DK ശിവകുമാർ പറയുകയാണ് കൂടോത്രം നടത്തി എന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് പറഞ്ഞു. പുള്ളി അതിനുള്ള മറുപ്രക്രിയ ചെയ്യുകയാണ്. ഈ തരത്തിലോട്ട് ഈ കാര്യങ്ങൾ പോയിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. ഈ മന്ത്രവാദികളൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഈ സിനിമക്കാർക്കും രാഷ്ട്രീയക്കാർക്കുമാണ് ഇതിൽ കൂടുതൽ വിശ്വാസം. കാരണം ഇവരെല്ലാം ഒരുപാട് റിസ്ക് എടുത്ത് ഓരോന്ന് ചെയ്യുന്നവരാണ്. ഇപ്പോൾ ഒരു MP ആണെങ്കിൽ ഒരു ഇലക്ഷന് നിൽക്കണമെങ്കിൽ 5 കോടിയാണ് ചിലവ്, കുറഞ്ഞ എമൗണ്ട് ഒന്നും. അപ്പോൾ ഇലക്ഷന് കിട്ടിയില്ലെങ്കിൽ 5 കോടി പോക്കാണ്. അതുപോലെ സിനിമാക്കാരും കോടികളും മുടക്കിയാണ് സിനിമ എടുക്കുന്നത്.
അപ്പോൾ ഇവർക്ക് എപ്പോഴും പേടിയാണ്. അപ്പോൾ ഇവരാണ് ഇങ്ങനെയുള്ളവരെയൊക്കെ എപ്പോഴും ആശ്രയിക്കുന്നത്, ജ്യോത്സ്യന്മാർ, മന്ത്രവാദികൾ. അപ്പോൾ അവർ സന്മന്ത്രവാദവും ദുർമന്ത്രവാദവും എല്ലാം ചേർന്ന് വരും. അപ്പോൾ യഥാർത്ഥത്തിൽ ആക്ച്വലായിട്ട് ഇത് ചെയ്യുന്നവർ വളരെ അപൂർവമാണ്. അപ്പോൾ നേരെ മറിച്ച് ഇത് ചെയ്തിട്ടുണ്ടെന്നുള്ള ഭയം കൊണ്ടാണ് കൂടുതലും പേരെയും ഈ മന്ത്രവാദികളെയൊക്കെ സമീപിക്കുന്നത്. ഓക്കെ സാർ, വേറൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, സാർ ഈ റീഇൻകാർണേഷനെ കുറിച്ച് എന്താ അഭിപ്രായം? ഒരു പുനർജന്മം, ഈ ശരീരത്തിൽ നിന്ന് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ ശരീരത്തിലെ ആഗ്രഹങ്ങൾ പേറി അയാൾ വേറൊരു ശരീരം എടുക്കുമെന്നുള്ളതിനെ കുറിച്ചുള്ള സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. ഈ ചില ആളുകൾക്ക് അവരെ പോലെ മനസ്സുള്ള മുമ്പ് ജീവിച്ചിരുന്ന ഒരാളുടെ മെമ്മറി കിട്ടിയെന്ന് വരും ഓട്ടോമാറ്റിക്കായിട്ട്. ജനിക്കുമ്പോഴേ ആകാം, പിന്നെ ആകാം. അപ്പോൾ ഈയിടെ ഒരു കേസ് നോർത്ത് ഇന്ത്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു കുട്ടി ജനിക്കുന്നു. ആ കുട്ടി ജനിച്ച് സംസാരിക്കാൻ പ്രായമായപ്പോൾ പറയുന്നു, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഇന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന ഒരാളാണ്, അയാളുടെ പേരും ഒക്കെ പറയുന്നു, എന്നെ ഒരാൾ വെടിവെച്ച് കൊന്നതാണ്. അപ്പോൾ ഈ കുട്ടിയെ അവിടെ കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുപോകുമ്പോൾ ഈ കുട്ടിയെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നു, അവിടുത്തെ ആളുകൾ, അവിടുത്തെ ഇയാളുടെ സ്ഥലങ്ങളെല്ലാം ഐഡൻറ്റിഫൈ ചെയ്യുന്നു. അപ്പോൾ ഇയാൾ പറഞ്ഞതൊക്കെ കറക്റ്റാണ്. അപ്പോൾ പോലീസ് എത്തി, തന്നെ ആരാണ് വെടിവെച്ച് വന്നത്, കേസ് തെളിഞ്ഞിട്ടില്ലല്ലോ. അപ്പോൾ കുട്ടി ഒരാളുടെ പേര് പറയുന്നു. അപ്പോൾ പോലീസ് അയാളെ പിടിക്കുമ്പോൾ അയാൾ സമ്മതിക്കുന്നു, ഞാനാണ് കുട്ടിയെ അയാളെ കൊന്നതെന്ന്. അപ്പോൾ പോലീസ് കേസ് ചാർജ് ചെയ്ത് ഇയാളെ ശിക്ഷിക്കുന്നു. പക്ഷേ ഇതിനൊരു വലിയ ഒരു കുഴപ്പമുള്ളത്, ഈ മറ്റേ ആൾ വെടിയായിട്ട് മരിക്കുന്നതിന് 3 മാസം മുമ്പാണ് ഈ കുട്ടി ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പേപ്പറിലൊക്കെ വന്നതാണ്. ഇങ്ങനെ പുനർജന്മമുള്ള ഒരു കുട്ടിയെ കാരണം പഴയ ജന്മത്തിലെ ആ ആളുടെ കൊലപാതകയെ പോലീസ് അറസ്റ്റ് ചെയ്ത് അയാൾ സമ്മതിച്ച് കേസും ചാർജ് ചെയ്തു. അല്ല, ഇപ്പോൾ ഒരു കുട്ടിയുണ്ടല്ലോ, ഇപ്പോൾ ഇൻ്റർനാഷണലി ഫേമസ് ആയ ഒരു കുട്ടിയുണ്ട്, ആ കുട്ടിയുടെ പേര് ഞാൻ പറഞ്ഞു. ഈ പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ ചൊവ്വയിൽ ജീവിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ചൊവ്വ പണ്ട് ഭൂമി പോലെയായിരുന്നു. ഒന്നല്ല, അത് പല കേസുണ്ട്. ചൊവ്വ പണ്ട് ഭൂമി പോലെയായിരുന്നു, ചൊവ്വയിൽ ഭൂമി പോലെയായിരുന്നു, പിന്നീട് നശിച്ചതാണ്. ഭൂമിയും ഇനി അതുപോലെ ആകും, അവർ അന്ത്യത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഞാൻ ചൊവ്വയിൽ പണ്ട് ജീവിച്ചിരുന്നു, ഇപ്പം ഞാൻ ഭൂമിയിലേക്ക് വന്നിരിക്കുകയാണ് എന്നൊക്കെ പറയുന്ന കുറേ ആൾക്കാരുണ്ട്. പിന്നെ ചില ആൾക്കാർ, ചില കുട്ടികളെ സാർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ശ്രദ്ധിച്ചാലല്ല, അത് നമുക്ക് എല്ലാവരും ഈ ജനിക്കുമ്പോൾ തന്നെ പല കഴിവുകളും സൂപ്പർ നാച്ചുറൽ കഴിവുകളുമുള്ള, എന്ന് പറഞ്ഞാൽ പാട്ടേ പഠിക്കാത്ത കുട്ടികൾ നല്ല രീതിയിൽ പാടുന്നു, ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നു, വിജയികളാകുന്നു. ജനിക്കുമ്പോൾ തന്നെ അവർക്ക് അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് നോളജുമായിട്ടാണ് അവർ ജനിക്കുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ആ ഒരു റീഇൻകാർണേഷൻ്റെ ഒരു ഇതായിരിക്കുമോ? ചില ആൾക്കാർ പറയും ഈ കുട്ടി മുജ്ജന്മത്തിൽ വലിയൊരു സംഗീതജ്ഞനായിരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ സത്യമായിരിക്കും അത്? ഇത് പല വിശദീകരണങ്ങൾ സാധ്യമാണ്. ചിലപ്പോൾ മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സ് ആക്സസ് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പം ഹെറിഡിറ്ററി ആയിട്ട് ചില ജീൻസ് കിട്ടിയതായിരിക്കും. അല്ലേ, അതിൽ എനിക്കൊരു ഡൗട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇൻ്റർഫിയർ ചെയ്യുന്നത്. മുൻപ് ജീവിച്ചിരുന്ന ഒരു സംഗീതത്തിൻ്റെ മനസ്സ് ആക്സസ് ചെയ്യുമായിരിക്കും സാറ് പറഞ്ഞല്ലോ. ഈ ജീവിച്ചിരുന്ന ആൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ മനസ്സ് എങ്ങനെയാണ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്? ആ മനസ്സ് അവിടെ തങ്ങി നിൽക്കുമോ? ഈ ഫ്യൂച്ചറും പാസ്റ്റും എല്ലാം ഇപ്പം തന്നെ ഉണ്ട്. ടൈം എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ ലീനിയർ അല്ല. സാർ ഉദ്ദേശിക്കുന്നത് ടൈം എന്ന് പറഞ്ഞൊരു സാധനമില്ല, ഈ ഒരു ജസ്റ്റ് ഒരു മൊമെന്റ് മാത്രമേ ഉള്ളതെന്നാണോ? അല്ലല്ല, എല്ലാം ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. പാസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? പാസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുന്ന, ഫ്യൂച്ചറും എക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ പോയിന്റിൽ നിന്ന് ഏത് കാലത്തിലുള്ള ഏത് സംഭവമാണെങ്കിലും എടുക്കാൻ സാധിക്കും. അതിലോട്ട് സഞ്ചരിക്കാനും സാധിക്കണ്ടേ? അതിന് ടൈം ട്രാവൽ എന്ന് പറയും. അത് അതിൻ്റെ അടുത്ത സ്റ്റേജാണ്. സഞ്ചരിക്കാൻ സാധിക്കുമോ അങ്ങനെ എന്ന് പറയുന്നുണ്ട്. അത് നമ്മൾ പണ്ട് നടന്ന ഒരു സംഭവം ഇപ്പോൾ കാണുന്നു അല്ലെങ്കിൽ ആക്സസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിന് ടൈം സ്ലിപ്പ് എന്നാണ് പറയുന്നത്. നമ്മൾ ആ കാലഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ടൈം ട്രാവലാകും. ചില സമയത്തൊക്കെ നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഉറക്കത്തിൻ്റെ ഇടയിൽ ഷോർട്ടായിട്ട് ചെറിയ ഡ്രീമുകൾ കാണുമല്ലോ. എന്നിട്ട് നമ്മൾ കണ്ണ് തുറന്ന് പെട്ടെന്ന് എണീക്കുമ്പോൾ ആ ഡ്രീം നമ്മുടെ ജീവിതത്തിൽ എവിടെയോ സംഭവിച്ചൊരു സാധനം പോലെ തോന്നും. എനിക്കൊക്കെ അങ്ങനത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. അതായത് ഉറങ്ങുമ്പോൾ കാണുന്ന ആ ടെറൈൻ എന്ന് പറഞ്ഞാൽ വേറെ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും,
കാണുന്ന ആ സംഭവങ്ങളൊക്കെ വേറെ എന്തെങ്കിലും ആയിരിക്കും. കേരളത്തിൽ ആയിരിക്കില്ല, ചിലപ്പോൾ ഇന്ത്യയിലേ ആയിരിക്കില്ല കാണുന്നത്. പക്ഷേ എണീക്കുമ്പോൾ പെട്ടെന്നൊരു ഒരു 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 മെമ്മറി എവിടെയോ കണക്റ്റ് ആയിട്ട് ഇത് എവിടെയോ ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത പോലെയാണ് റിയൽ ആയിട്ടെന്ന് നമുക്ക് തോന്നിപ്പോകും. അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതായിരിക്കുമോ? സാർ പറഞ്ഞ ഈ പാസ്റ്റ് ഫ്യൂച്ചറൊക്കെ നിലവിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഈ ഡ്രീംസിന് പല ലെവൽ ഓഫ് ക്ലാരിറ്റി ഉണ്ടാകും. അത് ഇങ്ങനെയുള്ള ESPയുമായിട്ട് ബന്ധപ്പെടണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ലൂസിഡ് ഡ്രീം എന്നൊരു ടൈപ്പ് ഉണ്ട്. നമ്മൾ സ്വപ്നം കാണുമ്പോൾ തന്നെ നമ്മൾ സ്വപ്നം കാണുകയാണെന്നുള്ള ബോധത്തോടുകൂടെ കാണുന്നുണ്ട്. അതെ അതെ, അതിന് വളരെ ക്ലാരിറ്റി ഉണ്ടായിരിക്കും. ശരിയാണ്. നമ്മൾ പാതി ബോധത്തിൽ കിടന്ന് കാണുന്നതല്ലേ, എന്നിട്ട് നമ്മൾ കണ്ണ് തുറന്നിട്ട് വീണ്ടും കണ്ണടച്ച് ബാക്കി കാണാനും കൂടെ ശ്രമിക്കും. അതെ, അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതുപോലെയാണോ ഈ വേറെ ടൈപ്പ് ഡ്രീമുകളെല്ലാം? ഒന്ന് ഇത്, വേറൊരു ടൈപ്പ് ESP ഡ്രീം കൂടെ അവർക്ക് ഇതൊന്നും വരാം. അപ്പോൾ ഇപ്പോൾ എവിടെയെങ്കിലും നടക്കുന്ന ഒരു സംഭവം നമ്മൾ സ്വപ്നമായിട്ട് കണ്ടെന്ന് വരാം. വേറൊരാൾ കാണുന്ന സ്വപ്നം നമ്മൾ ഷെയർ ചെയ്ത് കണ്ടെന്ന് വരാം. അങ്ങനെയൊക്കെ സംഭവിക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. അത് ശരി. അങ്ങനെ ഒരുപാട് കേസ് എൻ്റെ അടുത്ത് തന്നെ വന്നിട്ടുണ്ട്. കാണുന്ന ഷെയർഡ് ഡ്രീംസ്. ഓ അത് ശരി. രണ്ടുപേരും ഒരേ സ്വപ്നം കാണുക. എൻ്റെ ജീവിതത്തിൽ എന്തായാലും അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ഡ്രീംസിന് പല തലങ്ങളുണ്ട്. അത് അല്ലെങ്കിൽ ഇവർ തമ്മിൽ ടെലിപ്പതി കോണ്ടാക്ട് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ളവർ തമ്മിലാണ് ഇത് കൂടുതൽ സംഭവിക്കുന്നത്. പക്ഷെ നമുക്ക് ഡ്രീംസിനെ കുറിച്ച് അങ്ങനെ അഗാധമായിട്ട് ഇതുവരെ ഫ്രോയിഡ് പോലും പഠിച്ചിട്ട് പുള്ളിക്ക് ഒരു പരിധി വരെ മാത്രമല്ലേ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. അല്ല, ഫ്രോയിഡ് ആദ്യകാലത്തൊന്നും പാരാസൈക്കോളജിയിലേക്ക് പോയിരുന്നില്ല. പക്ഷെ അതിൻ്റെ അവസാന കാലത്ത് അദ്ദേഹം ഈ പ്രീകോഗ്നിറ്റീവ് ഡ്രീംസ് ഉണ്ടാകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് വരാൻ പോകുന്ന കാര്യങ്ങൾ നേരത്തെ സ്വപ്നങ്ങളിൽ കൂടെ അറിയുക. ഓക്കെ, താങ്ക് യു സാർ.